ബി.ഡി. പോസ്റ്റ് വിവാദത്തിൽ വി.ടി. ബൽറാം രാജിവെച്ചിട്ടില്ലെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. ബൽറാമിനെ വിവാദത്തിലാക്കാൻ CPIM-ഉം മാധ്യമങ്ങളും ശ്രമിക്കുന്നു എന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ ദിവസം ഇതേ കെ.പി.സി.സി അധ്യക്ഷൻ തന്നെയാണ് പറയുന്നത്, ഇതിൽ വി.ടി. ബൽറാമിനോട് വിശദീകരണം ചോദിച്ചു, അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കെ.പി.സി.സി അധ്യക്ഷൻ ഇപ്പോൾ ഇത് മാറ്റി പറയുന്ന സാഹചര്യം എന്താണ്? അനുജ, ഈ വിവാദ ബി.ഡി. ബീഹാർ പോസ്റ്റ് വിഷയത്തിൽ വി.ടി. ബൽറാമിനെ പിന്തുണച്ചാണ് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലപാടെടുത്തിരിക്കുന്നത്. വി.ടി. ബൽറാം രാജിവെച്ചിട്ടില്ലെന്നും പാർട്ടി നടപടിയെടുത്തിട്ടില്ലെന്നും സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. പോസ്റ്റിന്റെ പേരിൽ ബൽറാമിനെ തേജോവധം ചെയ്യാൻ ശ്രമം നടക്കുന്നുവെന്നും കെ.പി.സി.സി അധ്യക്ഷൻ ആരോപിച്ചിട്ടുണ്ട്. വിശദമായ വാർത്താക്കുറിപ്പാണ്. അതിൽ ഇതെങ്ങനെയാണ് കോൺഗ്രസിന്റെ ആ സെല്ല് പ്രവർത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് പറയുന്നത്. കെ.പി.സി. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗമായി എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റുകൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് പാർട്ടി അനുഭാവികളായ ഒരു കൂട്ടം പ്രൊഫഷണലുകളാണ്. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ തയ്യാറാക്കുക എന്നതാണ് അവർക്ക് നൽകിയ ചുമതല. ദേശീയ വിഷയങ്ങളിൽ പോസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ AICCയുടെ നിലപാടുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു വിവാദ എക്സ് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ DMCയുടെ ചുമതല വഹിക്കുന്ന കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാമും പാർട്ടി നേതൃത്വവും എക്സ് പ്ലാറ്റ്ഫോം ടീമിനോട് അതിനെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കുകയും ആ പോസ്റ്റ് പാർട്ടി നിലപാടിന് വിരുദ്ധമായതിനാൽ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും, എന്നാൽ ഇക്കാര്യത്തെ ചില മാധ്യമങ്ങൾ വി.ടി. ബൽറാമാണ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തതെന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നുമാണ് സണ്ണി ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഇത് ദൗർഭാഗ്യകരമാണെന്നും സണ്ണി ജോസഫ് പറയുന്നുണ്ട്. വി.ടി. ബൽറാമിനെ പോലൊരാളെ പറഞ്ഞുകൊണ്ട് കെ.പി.സി.സി അധ്യക്ഷൻ തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം ഷഫീദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് വി.ടി. ബൽറാമിനോട് വിശദീകരണം ചോദിക്കുകയും അദ്ദേഹം നീക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ എന്ന് പറഞ്ഞ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മേൽ പഴി എന്തുകൊണ്ട് വരുന്നു? മറ്റൊന്ന്, ഇത് പോസ്റ്റ് നീക്കം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ആ ദിവസം തന്നെ പോസ്റ്റ് നീക്കം ചെയ്തു വിവാദമായതിനെ തുടർന്ന്. പക്ഷേ ബൽറാം അത് ആവശ്യപ്പെട്ടു എന്ന തരത്തിലേക്കൊക്കെ ഒരു വ്യാഖ്യാനം അതിപ്പോൾ വരുന്നതല്ലേ? അനുജ, ഉറപ്പായിട്ടും. കാരണം ഇക്കാര്യത്തിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് കെ.പി.സി.സി പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇപ്പോൾ നേരിട്ട് പറയുന്നത് വി.ടി. ബൽറാം നേരിട്ട് ട്വീറ്റ് ചെയ്തു എന്ന തരത്തിലേക്ക് ഇക്കാര്യങ്ങളെ ആരോപിച്ചു വരുത്താൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് CPIM-ഉം ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന നീക്കമാണ് എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്ത് ദേശീയ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ വി.ടി. ബൽറാമിനെതിരെയുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാർട്ടി ഒരുപക്ഷെ ഈ രീതിയിലുള്ള നിലപാട് എടുക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. അതായത് ഇത് ദേശീയ നേതൃത്വത്തിൽ തന്നെ വിവാദമായി RJD ഉൾപ്പെടെ അതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ വി.ടി. ബൽറാമിനെ പോലൊരു നേതാവിന് ഇതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയാണോ ഇതിന്റെ ഭാഗം? മറ്റു ചില പ്രൊഫഷണലുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വി.ടി. ബൽറാം ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിക്കുകയും പോസ്റ്റ് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ വ്യാഖ്യാനം എന്ന തരത്തിലേക്ക് നമ്മൾക്ക് ഇതിനെ കാണാൻ കഴിയുമോ? ഉറപ്പായിട്ടും അതിനെ അങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, വാർത്താക്കുറിപ്പിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് വിവാദമായ എക്സ്പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വി.ടി. ബൽറാം രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. കെ.പി.സി.സി വൈസ് പ്രസിഡന്റായ ബൽറാം അധിക ചുമതലയായി വഹിക്കുന്ന DMC ചെയർമാൻ പദവിയിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷെ അതിനുശേഷം പറയുന്ന കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം അനുസരിച്ച് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ പാർട്ടിയുടെ അജണ്ടയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. ചില ധ്വനികൾ കൂടി നൽകുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടായിരിക്കുന്ന ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് തലയൂരണം. മാത്രവുമല്ല, ആ ചർച്ച അവസാനിപ്പിക്കണം. അതേസമയം അവർക്ക് ഈ വിഷയത്തിലുള്ള എതിർപ്പ് അതാണ് സ്വാഭാവികമായും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ അജണ്ടയിലുണ്ട്. വിശദീകരണം തേടിയതിനു ശേഷം എന്നൊക്കെ പറഞ്ഞ് അതേ കെ.പി.സി.സി അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത് വി.ടി. ബൽറാം രാജിവെച്ചിട്ടില്ല എന്നതാണ്. ഈ പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നു. ബൽറാമിനെ വിവാദത്തിലാക്കാൻ CPIM-ഉം ചില മാധ്യമങ്ങളും ചേർന്ന് ശ്രമിക്കുകയായിരുന്നു എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.